ശരിക്കും ഷൂട്ട് വരുന്നത് ചങ്ങരംകുളത്താണ് കേട്ടോ. ഞാനും അഞ്ചുമാണ് ഒരുമിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. 6 മണിയാകുമ്പോൾ ചങ്കുവെട്ടിയിലെ ബസ് എത്തും. അവിടുന്ന് നമ്മളോട് കയറാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല അനുസരണമുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ 5:30 ആകുമ്പോഴത്തേനും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ്സിന് നല്ല പഞ്ച്വാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 7 മണിക്കാണ് ബസ് അവിടെ എത്തിയത്. 1.5 മണിക്കൂർ നമ്മളവിടെ പോസ്റ്റ് അടിച്ചു കേട്ടോ. വായ കിട്ടിയതെല്ലാം നുള്ളിപ്പെറുക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന് പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റൂമായിരുന്നു അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അവരുടെ റൂമിലേക്ക് പോയി. അങ്ങനെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഈ ഒരു അടിപൊളി വ്യൂ നമ്മൾ കണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫോണിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഭംഗിയൊന്നും എനിക്ക് തോന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പച്ച വിരിച്ച പാടം അതാണ്. അപ്പോൾ അതിൻ്റെ മനോഹാരിതയൊക്കെ കണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഫ്ലോപ്പായി പോയി. വായേ വെക്കാൻ കൊള്ളില്ലായിരുന്നു. കാരണം പൊടി നന്നായിട്ട് കൂടിയതുകൊണ്ട് അതിൻ്റെ ചുവ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം വരുന്നത്. കമ്പനി കോസ്റ്റ്യൂം തന്നെയാണ്. പലരും പല പല കളേഴ്സ് ആയിരുന്നു കേട്ടോ. പോപ്പിൻസ് പോലെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ നമ്മൾ നേരെ ഷൂട്ടിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് മേലത്തെ നിലയിൽ വെച്ചിട്ട് താഴെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓഡിറ്റോറിയം ആയിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫോണൊന്നും മര്യാദയ്ക്ക് കയ്യിലെടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സ് വരുന്നത് ചെന്നൈയിലുള്ള 2 പേരായിരുന്നു. സെൽവി, ശരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള 2 മാസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൽ ശരത് മാസ്റ്ററുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത്. റൂമിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പുറത്തോട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കിടന്നുറങ്ങോ? ഇല്ല, നമ്മൾ ഗോസിപ്പ് പരദൂഷണം കൊണ്ട് വീണ്ടും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.